കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂരാണ് വിവരങ്ങളുമായി ചേരുന്നത്. കണ്ണൂരിലെ സാഹചര്യം ഇപ്പോൾ ഈ ഒരു പോളിംഗ് അവസാനിച്ച് അരമണിക്കൂർ പിന്നിടുമ്പോഴും വലിയ തിരക്ക് ഇപ്പോഴും ബൂത്തുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. മികച്ച പോളിംഗുമാണ് കണ്ണൂരിലൊക്കെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ നിഖിൽ, ഇപ്പോൾ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോഴും ആളുകൾ ഇനിയും വോട്ട് ചെയ്യാൻ ബാക്കിയുണ്ടോ? അവരെ ഏത് രീതിയിലാണ് ഇനി ക്രമീകരിച്ചിരിക്കുന്നത് കാര്യങ്ങൾ? ചിലയിടങ്ങളിൽ മാത്രമായി 3-4 ഇടങ്ങളിലാണ് ഇപ്പോൾ നിലവിൽ ക്യൂ തുടരുന്നതായിട്ട് നമുക്ക് വിവരം ലഭിക്കുന്നത്. നേരത്തെ ഒരു 10 മിനിറ്റ് മുന്നേ വരെ ഞാൻ ഇപ്പോഴുള്ള ഈ കണ്ണൂർ സിറ്റി ദീനുൽ ഇസ്ലാം സഭ സ്കൂളിൽ ഒരു ക്യൂ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കി ഏകദേശം 6:15 കൂടി തന്നെ ഇവിടുത്തെ അവസാനത്തെ വോട്ടറും വോട്ട് ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. മാലൂർ കാഞ്ഞിലേരി UP സ്കൂളിലെ ബൂത്തിൽ ഇപ്പോഴും പോളിംഗ് തുടരുന്നുണ്ട്. അവിടെ 100-ലേറെ പേർ ക്യൂവിലുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ വോട്ടിംഗ് യന്ത്രം തകരാറായതിനെ തുടർന്ന് രാവിലെ 1 മണിക്കൂറോളം പോളിംഗ് നിർത്തിവെക്കേണ്ടി വരുന്നു. അതാണ് അവിടെ തടസ്സമായത്. ഒപ്പം തന്നെ കണ്ണൂർ കോർപ്പറേഷനിലെ 34-ാം ഡിവിഷനായ 7-യിൽ അവിടുത്തെ 1-ാമത്തെ ബൂത്തിൽ ഇപ്പോഴും ക്യൂ ഉണ്ട് എന്നറിയുന്നു. ഒപ്പം തന്നെ വാരത്തും കണ്ണൂർ കോർപ്പറേഷനിലെ തന്നെ വാരത്തും ക്യൂ തുടരുന്നുണ്ട്. ആളുകൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റിടങ്ങളിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരമാവധി വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കുകയും 6 മണിയോടുകൂടി തന്നെ പരമാവധി ആളുകൾ വോട്ട് ചെയ്ത് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മുതൽ പറഞ്ഞതുപോലെ മലയോര മേഖലയിലൊക്കെ ഉച്ചവരെ വലിയ ഒരു മന്ദഗതിയിലായിരുന്നു പോളിംഗ് പുരോഗമിച്ചിരുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നീട് വലിയ രീതിയിൽ കഴിഞ്ഞ വർഷത്തേതിന് ഏകദേശം സമാനമായ രീതിയിലേക്ക് തന്നെ പോളിംഗ് ശതമാനം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ജില്ലയിലെ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന കണക്കനുസരിച്ച് 75.76 ആണ് ഈ പോളിംഗ് ശതമാനമായി വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ 78.76 ആയിരുന്നു. 3% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇനി നഗരസഭകളിലാണ് വലിയ രീതിയിലുള്ള പോളിംഗ് നടന്നിട്ടുള്ളത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ആന്തൂർ നഗരസഭയിലെ പോളിംഗ് ആണ്. 86.86% പോളിംഗ് ആന്തൂർ നഗരസഭയിൽ ഉണ്ടായിട്ടുണ്ട്. രാവിലെ മുതൽ കൃത്യമായി മറ്റ് നഗരസഭകളിൽ പിന്നോട്ട് നിൽക്കുമ്പോൾ പോലും ആന്തൂരിൽ കൃത്യമായി പോളിംഗ് ശതമാനം ഉയരുന്നത് നമ്മൾ കണ്ടതാണ്. മറ്റ് നഗരസഭകളിലേക്ക് പോയാൽ തളിപ്പറമ്പിൽ 75.51, കൂത്തുപറമ്പിൽ 78.32, പയ്യന്നൂരിൽ 78.96, തലശ്ശേരിയിൽ 71.59, ശ്രീകണ്ഠപുരത്ത് 73.96, പാനൂരിൽ 68.61, ഇരിട്ടിയിൽ 80.1 എന്നതാണ്. ഈ ഇരിട്ടിയും ശ്രീകണ്ഠാപുരവും ശക്തമായ മത്സരം LDFും UDFും തമ്മിൽ നടക്കുന്ന 2 മുനിസിപ്പാലിറ്റികളാണ്. ആന്തൂരാവട്ടെ ഇടതിന് വലിയ രീതിയിൽ മുൻതൂക്കമുള്ള സ്ഥലമാണ്. നിലവിൽ പ്രതിപക്ഷമില്ലാത്ത ഇടമാണ്. 5ഇടത്ത് നിലവിൽ എതിർ സ്ഥാനാർത്ഥികളില്ലാത്ത ഇടമാണ്. അവിടെ പക്ഷേ CPMന്റെ ഉറച്ച കോട്ടയായ മേഖലയിൽ 86.86% വോട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇനി പഞ്ചായത്തുകളുടെ കണക്ക് വരുമ്പോൾ ഒരുപക്ഷെ മലപ്പട്ടവും പോലുള്ള പ്രദേശങ്ങൾ, കണ്ണപുരം പോലുള്ള പ്രദേശങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഏകദേശം 90%-നോടടുത്തൊക്കെ അവിടെ പോളിംഗ് പെർസെൻറ്റേജ് വരാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഏതായാലും കണ്ണൂരിൽ സമാധാനപരമായി തന്നെ ഏറെക്കുറെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്നു എന്നുള്ളതാണ്. ചില സംഭവങ്ങളൊക്കെ ചിലയിടങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീകണ്ഠാപുരം നഗരസഭയിൽ UDFന്റെ വനിതാ സ്ഥാനാർത്ഥിയുടെ കൈക്ക് പരിക്കേറ്റു മർദ്ദനത്തിൽ എന്നൊരു പരാതിയുണ്ട്. ഒപ്പം തന്നെ രാവിലെ പരിയാരത്ത് UDFന്റെ സ്ഥാനാർത്ഥിക്ക് മർദ്ദനമേറ്റു എന്നൊരു പരാതി ഉയർന്നിരുന്നു. അങ്ങനെ ചില ചെറിയ പരാതികൾ ചിലയിടങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ടെങ്കിൽ പോലും പൊതുവെ സമാധാനപരമായ രീതിയിൽ തന്നെയാണ് കണ്ണൂരിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടപടികൾ അവസാനിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷനിലാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ നമ്മൾ പ്രതീക്ഷിച്ചത് വലിയ രീതിയിലൊരു കുറവ് വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടാകുമെന്നതാണ്. കഴിഞ്ഞ തവണ 72% ഇവിടെ കണ്ണൂർ കോർപ്പറേഷനിലെ പോളിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇത്തവണ അത് 68.36 എന്നതാണ് ഏറ്റവും ഒടുവിൽ 6:15-നുള്ള കണക്കനുസരിച്ച് 68.36 ആണ്. അങ്ങനെയെങ്കിൽ വലിയൊരു കുറവിലേക്ക് പോയിട്ടില്ല കണ്ണൂർ കോർപ്പറേഷനിലെ പോളിംഗ് പെർസെൻറ്റേജ്. വൈകുന്നേരത്തോടു കൂടി ആളുകൾ പരമാവധി എത്തി വോട്ട് ചെയ്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏതായാലും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പ്രസാദ് ഉടുമ്പശ്ശേരി പറഞ്ഞതുപോലെ കൃത്യമായ കണക്കുകൂട്ടലുകളുടെ കാര്യം ഇനി അങ്ങോട്ടുണ്ട്. പ്രത്യേകിച്ചും കണ്ണൂർ കോർപ്പറേഷനിൽ ഇരു മുന്നണികളും വലിയ പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ അടിയൊഴുക്കുകൾ ഏത് നിലയ്ക്കാണ്, വാർഡ് വിഭജനം ആർക്കാണ് അനുകൂലമായത്, അതുവഴി വന്ന വോട്ടുകൾ ആരെ തുണക്കും, ഒപ്പം തന്നെ BJPയും PK രാഗേഷിൻ്റെ സ്ഥാനാർത്ഥികളുമൊക്കെ ഏത് നിലയ്ക്കാണ് പ്രകടനം കാഴ്ചവെക്കാൻ പോകുന്നത് തുടങ്ങിയവയെല്ലാം ഇനി നാളെയുള്ള കണക്കുകൂട്ടലുകളിൽ നിർണായകമാകും എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിലേക്ക് 13-ാം തീയതി വരെയും ശ്രദ്ധ ഉണ്ടാകും എന്നുള്ളതാണ്. ഒന്ന് ശ്രീകണ്ഠാപുരം നഗരസഭ തന്നെയാണ്, മറ്റൊന്ന് ഇരിട്ടി നഗരസഭയാണ്. ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം LDFും UDFും നിലവിലുള്ള രീതിയിൽ തന്നെ തുടരുമെന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ട്. പകരം ഈ ആറളം
കൊട്ടിയൂർ, നാറാത്ത് എന്നീ 3 പഞ്ചായത്തുകളാണ്. ആ പഞ്ചായത്തുകളിൽ ആർക്കൊപ്പം നിൽക്കും? കാരണം ഒരു സീറ്റിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് അവിടെ ഭരണം നിലവിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 പഞ്ചായത്തുകളിൽ ഏത് രീതിയിലാണ് മാറ്റമുണ്ടാകാൻ പോകുന്നത് എന്നതും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ശരി നിഖിൽ, എന്തായാലും കണ്ണൂരിൽ ഇപ്പോൾ ചിലയിടങ്ങളിൽ മാത്രമാണ് ആളുകൾ ഇനിയും തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്താൻ ബാക്കിയുള്ളത് എന്നുള്ളതാണ് പ്രസാദും നിഖിലും നൽകിയ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വലിയ പോളിംഗ് ആണ് ഇവിടെ എല്ലാം രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ്.